പറഞ്ഞതും പറയാത്തതും. ഇന്ന് തോമസ് ചാഴികാടൻ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി. വളരെ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ നിന്നാണ് പൊതുരംഗത്തേക്കുള്ള തോമസ് ചാഴികാടൻ്റെ വരവ്. മുമ്പ് അദ്ദേഹം ബാങ്ക് മാനേജറായിരുന്നു, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കൂടിയാണ്. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ടുള്ള ജീവിതം, ആ പ്രൊഫഷണൽ ലൈഫ് പാർലമെൻ്ററി ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? എങ്ങനെ അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്? തീർച്ചയായും. ഞാൻ 1978 CA പാസ്സാകുന്നത്. CA പാസ്സായ ഉടനെ ഞാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് ഒരു CA കാരനായി പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി അത്ര സുരക്ഷിതമായിരുന്നില്ല. എൻ്റെ പിതാവ് ഞാൻ BCom പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു. എൻ്റെ ഏറ്റവും ഇളയ സഹോദരന് 4 മാസമുള്ളപ്പോഴാണ് പിതാവ് മരിക്കുന്നത്. ഞങ്ങൾ 8 സഹോദരങ്ങളുണ്ടായി എൻ്റെ അമ്മയ്ക്ക്. അതിൽ 7 പേര്, ആദ്യത്തെ ആൾ 4 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. ബാക്കി 7 പേര് ഞങ്ങളുണ്ടായിരുന്നു. അപ്പം പിതാവ് മരിച്ചപ്പോൾ ഉണ്ടായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. 91 എൻ്റെ സഹോദരൻ ബാബു തെരഞ്ഞെടുപ്പിന് മത്സരിച്ചു. 91 ഇലക്ഷനിൽ ബാബു ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. മത്സരിക്കുമ്പോൾ അവനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, അപ്പം അവനോടൊരു ദിവസം രാത്രി ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്തെ വീട്ടിൽ വന്ന് പറഞ്ഞു, മാണി സാർ എന്നോട് മത്സരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ധാരണയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിനൊക്കെ വലിയ ചിലവില്ലേ, എങ്ങനെയാണ്? ആ ചിലവൊക്കെ ഉണ്ട്, നിൻ്റെ കയ്യിലിപ്പോൾ ഒരു കുറേ നോട്ടീസ് അടിക്കണമെങ്കിൽ 10,000 രൂപ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ അതൊന്നുമില്ല. എന്നാലും മാണി സാറ് പറഞ്ഞു, അതുകൊണ്ട് ഞാനിങ്ങ് ശരിയാണെന്നല്ലേ. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഞാനും അവിടെ നിന്ന് ഇവിടെ വന്ന് കോട്ടയത്ത് വന്ന്, അപ്പോൾ അന്ന് എൻ്റെ വീടുണ്ട് ഇവിടെ. ഈ വീട്ടിലവൻ സ്ഥിരമായി താമസിക്കുമായിരുന്നു. ഇവിടുന്ന് അവൻ്റെ ഇലക്ഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവനോടൊപ്പം യാത്ര ചെയ്തു. അതിനിടയ്ക്ക് എനിക്കൊരു ആയുർവേദ മരുന്ന് കഴിച്ചതിൻ്റെ റിയാക്ഷൻ എന്ന നിലയിൽ എൻ്റെ ബ്ലഡിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. അപ്പോഴവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അഡ്മിറ്റായി ആരോഗ്യം നോക്കുക, ഞാനേതാണെങ്കിലും ജയിക്കും, ഒരു സംശയവുമില്ല, അത്രമാത്രം നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അഡ്മിറ്റായത് 1991 മെയ് 15 രാവിലെയാണ്. അന്ന് വൈകുന്നേരം ഞാനും എൻ്റെ അമ്മയും കരുത്താസ് ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ ഒരു വലിയ ഇടിമിന്നലും ഇതുണ്ടായി. അത് കഴിഞ്ഞൊരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് മരിച്ചു. അപ്പോൾ അതൊരു വലിയ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ഷോക്കായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവൻ്റെ സംസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴും ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഈ കേരള കോൺഗ്രസ് മാണി സാറിന് ശേഷം വേറെ പലതരത്തിലേക്കുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി, സംഘടനാ സ്വഭാവത്തിലൊക്കെ എങ്ങനെയുണ്ട്? ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ കേരള കോൺഗ്രസിനെ താങ്കളൊക്കെ നിർണ്ണയിച്ചു? മാണി സാറ് കേരള കോൺഗ്രസിനെ നയിച്ചത് ഒരു മാസ് പ്രസ്ഥാനമായിട്ടായിരുന്നു. മാണി സാറ് ഒരു ജനങ്ങളുടെ ആളായിരുന്നു. വലിയ മാസിനെ കൂടെ കൊണ്ടു നടക്കാൻ ശക്തിയുള്ള, കഴിവുള്ള, അതിനുള്ള എന്താ പറയുക, ഒരു കരിസ്മ ഉള്ള ഒരാളായിരുന്നു. ജോസ് കെ മാണിയും വളരെ മിടുക്കനാണ്, യാതൊരു സംശയവുമില്ല. ജോസ് കെ മാണി കുറേ കൂടി മാണി സാറ് ഒരിക്കലും സംഘടനാ തലത്തിൽ, വാർഡ് കമ്മിറ്റികൾ, മണ്ഡലം കമ്മിറ്റികൾ, നിയോജകമണ്ഡലം കമ്മിറ്റികൾ എന്ന തലത്തിലെ കൃത്യതയോടുകൂടി നിഷ്കർഷിച്ച് അത് തന്നെ വേണമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ ജോസ് കെ മാണി അക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വളരെ കൃത്യതയോടുകൂടിയുള്ള, ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തന ശൈലിയുണ്ട്.
ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഉള്ളൂ എൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാറുള്ളത്. അത് എനിക്ക് വലിയ ഊർജം നൽകുന്നു, ശക്തി നൽകുന്നു എന്നെനിക്ക് ഉറപ്പുണ്ട്. ആ ശക്തിയിൽ ആശ്രയിച്ചാണ് ഞാൻ ഇന്നും മുമ്പോട്ട് പോകുന്നത്. ഇന്ന് പ്രാർത്ഥിച്ചോ? ഇന്നും പ്രാർത്ഥിച്ചു. ഇന്നത്തെ എന്തായിരുന്നു പ്രാർത്ഥനയിലെ പ്രധാന വിഷയം? ഞാൻ ബൈബിളിൻ്റെ ഏതാനും ശകലങ്ങൾ വായിക്കാറുണ്ട്. അതിലൊരു വാചകം പറയാൻ കഴിയുമോ? അതിലൊരു വാചകം പറയാൻ. ശത്രുക്കളെ സ്നേഹിക്കണം എന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത്. ശത്രുക്കളോട് വിരോധം കാണിക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചത്. താങ്കൾക്ക് ശത്രുക്കളുണ്ടോ? അതിപ്പം സ്വാഭാവികമായിട്ടും ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. അവരെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറുന്നു. ആരോടും വിരോധം മനസ്സിൽ നടക്കാറില്ല. സ്നേഹമാണ് അഖിലസാരമൊഴിയിലെന്നാണല്ലോ അഭിവചനം. അങ്ങനെ സ്നേഹത്തോടെ ജീവിക്കാൻ ഇടവരട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്.